മാത്തമാറ്റിക്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നതിന് മുൻപേ കുറച്ച് ഫോർമുലകൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ആ ഫോർമുലകളാണ് ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഫോർമുലയിൽ പറയുന്നത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ബൈ എൻ. നമുക്ക് കുറേ ഒബ്സർവേഷൻസുകൾ തന്നു. അതിൻ്റെ മീൻ എന്ന് പറയുന്ന ആശയം കണ്ടെത്താൻ പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ എൻ. ഓർ എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കുക. കുറേ ഒബ്സർവേഷൻസ് തരും, എന്നിട്ട് മീൻ കണ്ടെത്തേണ്ട അവസ്ഥ വരും. ഒബ്സർവേഷൻസുകളും അതിനോടൊപ്പം തന്നെ ഫ്രീക്വൻസികളും തന്നിട്ട് മീൻ കാണാൻ വേണ്ടി പറയും. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുക. സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ. ഇതിൽ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസികളുടെ സമ്മിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒബ്സർവേഷൻസുകൾ തന്നാൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് തൊട്ട് താഴെ നമ്മൾ സൂചിപ്പിക്കുന്നത്. മീഡിയൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻസുകൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആയിരിക്കണം. അത് ആദ്യത്തെ പോയിന്റാണ്. അതിനുശേഷം ഒബ്സർവേഷൻസുകളുടെ എണ്ണം ഓഡ് ആണ് വരുന്നതെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും. അതുപോലെ ഒബ്സർവേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈവൺ ആണ് വരുന്നതെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 പ്ലസ് 1 ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. റേഞ്ച് ഓഫ് എ സീരീസ്, ഒരു സീരീസ് എന്ന് പറയുന്ന കാര്യം, അതായത് കുറേ ഡാറ്റകൾ ഇങ്ങനെ തന്നു, എന്നിട്ട് അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂവിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മിനിമം വാല്യൂ മൈനസ് ചെയ്യണം. മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത് കുറേ ഡാറ്റകൾ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷൻസും തന്നിട്ടുണ്ടാവും, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. അത് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ഒബ്സർവേഷൻസുകൾ തരും, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തരും. നെക്സ്റ്റ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ക്ലാസ് ഇൻ്റർവെല്ലുകൾ ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസികൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്താണ്? മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ ഡീവിയേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടെത്താം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന ആശയമുണ്ട്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഉണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് വരുന്നതെങ്കിൽ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ. ഇതിലെ എൻ എന്ന് പറയുന്നത് ഒബ്സർവേഷൻസിന്റെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ഫോർമുലാസുകളൊന്ന് ശ്രദ്ധിക്കുക. മീൻ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർമുല വരുന്നത് സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. എക്സ് ബാർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞ ആശയം കൊടുക്കുക. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസികളുടെ സമ്മാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് വരുന്നതെങ്കിൽ സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ആശയം അഥവാ മീഡിയൻ എന്ന് പറയുന്ന കാര്യം കണ്ടെത്തണമെങ്കിൽ ഇവിടെ ഒരു ഫോർമുല പ്രത്യേകം ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. എൽ പ്ലസ് n/2 മൈനസ് സി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നതെങ്കിൽ ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലുള്ള വാരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെ കണ്ടുപിടിക്കാം? വാരിയൻസ് എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ്. സിഗ്മ സ്ക്വയർ കണ്ടെത്താനുള്ള ഫോർമുല സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വാരിയൻസിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ കാര്യം പറയുന്നത്. അടുത്തതായി ഓർമ്മയിലിരിക്കേണ്ട ഫോർമുലാസുകൾ. വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ വാരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നു കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഫോർമുല മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതിൻ്റെ തന്നെ സ്ക്വയർ റൂട്ടാണ് എന്തായിട്ട് എഴുതിയിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ആശയമായിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ.
രണ്ട് ഗ്രൂപ്പുകളൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ കൺസിസ്റ്റന്റ്, ഏതാണ് വേരിയബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. അത് കണ്ടെത്താനുള്ള ഫോർമുല σ/x⁻×100. ഇത്രയും ഫോർമുലാസുകളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നതിന് മുൻപേ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. തൊട്ട് താഴെ കുറച്ച് ഡാറ്റകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. അപ്പം നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എബൌട്ട് എന്ന് പറഞ്ഞ് എന്താണോ പറയുന്നത്, മീനോ അല്ലെങ്കിൽ മീഡിയനോ ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതിലെ ആ എബൌട്ട് കഴിഞ്ഞ് കിടക്കുന്നത് മീനാണ് ചോദ്യമെങ്കിൽ മീൻ കണ്ടുപിടിക്കുക, മീഡിയനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? എബൌട്ട് മീൻ ആയതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീൻ എന്ന് പറയുന്ന ആശയമാണ്. അതായത് x⁻ എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. x⁻ കാണണമെങ്കിൽ എന്താണ് ഫോർമുല പറഞ്ഞിരിക്കുന്നത്? എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ ഒബ്സർവേഷൻസുകളും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 6 + 7 13 വരും, 23 വരും, 35 വരും, 48 വരും, 52 വരും, 60 വരും, 72 വരും. 72 ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 2, 4, 6, 8 ഒബ്സർവേഷൻസ് ഉണ്ട്. 72/8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 എന്ന് പറയുന്ന ആശയം വരും. അപ്പോൾ നമുക്ക് x⁻ എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത് ഫോർമുലയാണ്. നമ്മൾ ഫോർമുല എന്താണ് പറഞ്ഞിരിക്കുന്നത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഈക്വൽ ടു σ/xi-x⁻n. ഇതായിരുന്നു നമ്മുടെ ഫോർമുല ഉണ്ടായിരുന്നത്. അപ്പം ഇനി ഇതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസുകളാണ്. ഞാനതിനെ അതുപോലെ തന്നെ എഴുതി വെക്കുകയാണ്. 6, 7, 10, 12, 13, 4, 8, 12. നമുക്കിനി വേണ്ടത് മോഡുലസ് xi-x⁻. x⁻ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? 9 മൈനസ് ചെയ്യുക. 9 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മോഡുലസ് ഇടുന്നത് കൊണ്ട് എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 6 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എഴുതുന്നു. 7 - 9 എന്ന് പറഞ്ഞാൽ 2 എഴുതുന്നു. 10 - 9 എന്ന് പറഞ്ഞാൽ 1 എഴുതുന്നു. 12 - 9 എന്ന് പറഞ്ഞാൽ 3 എഴുതുന്നു. 13 - 9 എന്ന് പറഞ്ഞാൽ 4 എഴുതുന്നു. 4 - 9 എന്ന് പറഞ്ഞാൽ 5 എഴുതുന്നു. 8 - 9 എന്ന് പറഞ്ഞാൽ 1 എഴുതുന്നു. 12 - 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എഴുതുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താ? σ/xi-x⁻. σ/xi-x⁻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ നമ്പേഴ്സുകളും തമ്മിൽ ആഡ് ചെയ്യുക. 5, 6, 9, 13, 18, 19, 22. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ആണ് നമ്മുടെ ഫോർമുലയിലുള്ള മുകളിലത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അത് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 22. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര എഴുതാം? 22 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻസിന്റെ എണ്ണം ഇതിനു മുൻപേ നമ്മൾ നോക്കിയിട്ടുണ്ട്. എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 8 ആണ് കിട്ടിയിരിക്കുന്നത്. 2.75. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ഡാറ്റകളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മീഡിയൻ ആണ് കാണേണ്ടത്. മീഡിയൻ കാണണമെങ്കിൽ തന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഏതെങ്കിലും ഒരു ഓർഡറിലേക്ക് മാറ്റിയാൽ മതി. ഞാൻ അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് ഒന്ന് മാറ്റാൻ പോവുകയാണ്. ആദ്യം 3 വരും, വീണ്ടും 3 ഉള്ളത് കൊണ്ട് 3 എന്ന് പറയുന്ന കാര്യം എഴുതുക. അടുത്തത് 4 എന്ന് പറയുന്ന കാര്യം എഴുതുക. അടുത്തത് 5 എന്ന് പറയുന്ന കാര്യം എഴുതുക. അടുത്തത് 7 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അടുത്തത് 9 എന്ന് പറയുന്ന കാര്യം എഴുതുക. അടുത്തത് 10 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അടുത്തത് 12 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അടുത്തത് 18 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അടുത്തത് 19 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അടുത്തത് 21 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്? അസെൻഡിങ് ഓർഡറിൽ അതിനെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഒബ്സർവേഷൻസുകളുടെ എണ്ണം ഈവൺ ആണോ ഓഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇവിടെ എത്ര ഒബ്സർവേഷൻസുകൾ ഉണ്ട്? 2, 4, 6, 8, 10, 11. 11 ഒബ്സർവേഷൻസുകളാണുള്ളത്. അതായത് ഓഡ് നമ്പറാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഇസ് ഈക്വൽ ഫോർമുല പറയുന്നത് എന്താണ്? n+1/2th ഒബ്സർവേഷൻ. അതായത് 11 + 1 ഡിവൈഡഡ് ബൈ 2th ഒബ്സർവേഷൻ. അതായത് എത്ര വരും? 6th ഒബ്സർവേഷൻ. 6th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2, 4, 6 ഏതാണ് നമ്പർ വരുന്നത്? 9 എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 എന്ന് പറയുന്ന ആശയമായിരിക്കും. ഇനി നമ്മൾക്ക് മുൻപിലേക്ക്
എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്ന് അറിയണമെങ്കിൽ ഫോർമുല എന്ന് പറയുന്ന കാര്യം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഫോർമുല എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഈക്വൽ ടു സിഗ്മ മോഡ് xi മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ. അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? xi എന്ന് പറഞ്ഞ് ഞാൻ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകളെ അതുപോലെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്താ? മോഡ് xi മൈനസ് എം എന്ന് പറഞ്ഞ ആശയം കിട്ടണം. കാരണം എന്താ? നമ്മുടെ ഫോർമുലയിൽ മോഡ് xi മൈനസ് എം എന്ന് പറഞ്ഞ ആശയം ഉണ്ട്. അപ്പോൾ മോഡ് xi മൈനസ് എം എന്ന് പറഞ്ഞ ആശയം ചെയ്യണമെങ്കിൽ എല്ലാ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് കിട്ടിയ മീഡിയൻ 9 ആണ്. എല്ലാ ഒബ്സർവേഷനിൽ നിന്നും 9 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. 9 മൈനസ് ചെയ്ത് പോകുമ്പോൾ അബ്സല്യൂട്ട് കേസ് ആയതുകൊണ്ട് 3യിൽ നിന്ന് 9 മൈനസ് ചെയ്യുന്ന സമയത്ത് 6 വരും. 9ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 0 വരും. 5ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 4 വരും. 3യിൽ നിന്ന് 9 മൈനസ് ചെയ്യുന്ന സമയത്ത് 6 വരും. 12ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 3 വരും. 10ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 1 വരും. 18ൽ നിന്ന് 9 മൈനസ് ചെയ്യുന്ന സമയത്ത് 9 വരും. 4ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 5 വരും. 7ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 2 വരും. 19ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 10 വരും. 21ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 12 വരും. ഇനി മോഡ് xi മൈനസ് എം എന്ന് പറയുന്നതിന് സിഗ്മ അവിടെ നോക്കുമ്പോൾ കാണാം. അതായത് ഇത് എല്ലാം ആഡ് ചെയ്യണം. 12 പ്ലസ് 10 22, 24, 29, 38, 39, 42, 48, 52, 58. അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറയുന്നതിൽ സിഗ്മ മോഡ് xi മൈനസ് എം എന്ന് പകരം നമുക്ക് എന്ത് എഴുതാം? 58 ഡിവൈഡഡ് ബൈ ഒബ്സർവേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് എത്രയാണ്? 11 ആണ്. 5.27. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എക്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. നമുക്ക് കാണാനുള്ളത് മീൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ആശയം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലാണ് കിടക്കുന്നത്. എന്താ കാണാൻ പറയുന്നത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറഞ്ഞ ആശയമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തന്നെ ആദ്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത് അതിൻ്റെ ഫോർമുലയാണ് ഓർമ്മയിലേക്ക് വരേണ്ടത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഈക്വൽ ടു സിഗ്മ fi ഇൻറ്റു മോഡ് xi മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ചോദ്യത്തിൽ തന്ന കാര്യങ്ങളെ ഞാൻ കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തെടുക്കുകയാണ്. കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രീക്വൻസികളുടെ സം എന്ന് പറയുന്ന കാര്യമാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് എന്ന് എഴുതിയിട്ടുള്ള ഈ കാണുന്ന നമ്പറുകളെല്ലാം ആഡ് ചെയ്യാം. 7 + 4 11 വരും. 17 വരും. 20 വരും. 25 വരും. അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 25. നമുക്ക് ആദ്യം എക്സ് ബാർ അഥവാ മീൻ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി തന്നിട്ട് എക്സ് ബാർ കാണണമെങ്കിൽ സിഗ്മ xi fi ബൈ ക്യാപിറ്റൽ എൻ. അതിൽ ക്യാപിറ്റൽ എൻ നമ്മൾ കണ്ടെത്തൽ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് xi fi എന്ന് പറയുന്ന കോളമാണ്. അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സുകൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 7 35, 40, 90, 60 ആൻഡ് 125. ഈ കാണുന്ന നമ്പേഴ്സുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ xi fi എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 350 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത് 350 ബൈ 25 വിച്ച് ഇസ് ഈക്വൽ ടു 14. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 14 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുന്നത്. എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് മോഡുലസ് xi മൈനസ് എക്സ് ബാർ. അതായത് ഓരോ xiകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 14 എന്ന് പറയുന്ന കാര്യം മൈനസ് ചെയ്യണം. അപ്പോൾ 5ൽ നിന്ന് 14 മൈനസ് ചെയ്യുന്ന സമയത്ത് 9, 10ൽ നിന്ന് 14 മൈനസ് ചെയ്യുമ്പോൾ 4, 15ൽ നിന്ന് 14 മൈനസ് ചെയ്യുമ്പോൾ 1, 20ൽ നിന്ന് 14 എന്ന് പറയുന്ന ആശയം മൈനസ് ചെയ്യുമ്പോൾ 6, 25ൽ നിന്ന് 14 എന്ന് പറയുന്ന കാര്യം മൈനസ് ചെയ്യുമ്പോൾ 11. അടുത്ത കോളം വരുന്നത് fi ഇൻറ്റു മോഡുലസ് xi മൈനസ് എക്സ് ബാർ. അതായത് മോഡുലസ് xi മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നതും fi എന്ന് പറയുന്ന കോളവും മാത്രം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ കാണുന്ന കറസ്പോണ്ടിങ് എലിമെന്റ്സുകൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 9 63, 4 × 4 16, 6 × 1 6, 3 × 6 18, 5 × 11 55. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ആഡ് ചെയ്യുക. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ fi ഇൻറ്റു മോഡ് xi മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന കാര്യമാണ്.
കിട്ടുന്നത് 158. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഈക്വൽ ടു ഫോർമുല പറയുന്നത് എന്താണ്? സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇവിടെ നമുക്ക് മുകളിലുള്ള പാർട്ടാണ് 158 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിരിക്കുന്നത്. എൻ എന്ന് പറയുന്നത് 25 വിച്ച് ഇസ് ഈക്വൽ ടു 6.32. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ചെയ്യാനുള്ളത്. ഇവിടെയും നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ആശയം തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡാറ്റയാണ് ഞാൻ ബോർഡിൽ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. കാൽക്കുലേഷൻ സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ കോളമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രീക്വൻസികളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോളത്തിൽ കിടക്കുന്ന എല്ലാ നമ്പറുകളും തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിരത്തി പിടിച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 30. N കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ മുൻപത്തെ മീഡിയൻ കണ്ടെത്താൻ പറഞ്ഞ ഐഡിയ അല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് CF എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതുക. ഇപ്പൊ എഴുതിയ ഫ്രീക്വൻസിയും അടുത്ത ഫ്രീക്വൻസിയും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 3 + 4 എത്ര വരും? 7 വരും. എഴുതിയ ഫ്രീക്വൻസിയും തൊട്ടടുത്ത ഫ്രീക്വൻസിയും തമ്മിൽ ആഡ് ചെയ്യുക. 7 + 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12. 12 + 2 14. 14 + 4 18. 18 + 5 23. 23 + 4 27. 27 + 3 30. നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയത് ശരിയല്ലേ എന്ന് പരിശോധിക്കണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന എന്നിൻ്റെ വാല്യൂ 30 ആണ് എഴുതിയിരിക്കുന്നത്. ഇതേ ആൻസർ തന്നെ ആയിരിക്കണം ലാസ്റ്റ് വന്ന് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്ത എവിടെയും മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് n/2 എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം. n എന്ന് പറയുന്നത് 30 ആണ്. /2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 15 വരും. ഈ 15 നിൽക്കുന്നത് ഏത് CFലാണ് നോക്കുക, ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നോക്കുക. 15 നിലനിൽക്കുന്നത് ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരിക ഇവിടെ. കാരണം 18 ആണ് വരുന്നത്. 18 എന്ന് പറയുന്ന കാര്യം വരെ എന്തിലാണ് നിൽക്കുന്നുണ്ടാവുക? ഈ പറഞ്ഞ കാര്യത്തിലാണ്, ഈ CFലാണ് ഉണ്ടാവുക. ഇവിടെ 14 എന്ന് പറഞ്ഞ കാര്യം വരെയുള്ളൂ. ഇവിടെ എന്തായാലും 18 എന്ന് പറഞ്ഞ ആശയം വരെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് എന്ത് വരിക? 15 എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒബ്സർവേഷൻ ഏതാണ്? 13. ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? മീഡിയൻ എന്ന് പറഞ്ഞ ആശയമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മീഡിയൻ എന്ന് പറയുന്നതിനെ എത്രയായിട്ട് എടുക്കാം? 13 എന്ന് പറയുന്ന ആശയമായിട്ട് എടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് മോഡുലസ് xi - m. അതായത് xiകളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? 13 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യണം? നമ്മളിവിടെ മൈനസ് ചെയ്യണം. അപ്പോൾ 13 എന്ന് പറഞ്ഞ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ മോഡുലസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3ൽ നിന്ന് 13 പോയി കഴിഞ്ഞാൽ 10. 6ൽ നിന്ന് 13 പോയി കഴിഞ്ഞാൽ 7. 9ൽ നിന്ന് 13 പോയി കഴിഞ്ഞാൽ 4. 12ൽ നിന്ന് 13 പോയാൽ 1. 13ൽ നിന്ന് 13 പോയാൽ 0. 15ൽ നിന്ന് 13 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2. 21ൽ നിന്ന് 13 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8. 22ൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ 9. അടുത്ത സ്റ്റെപ്പ് Fi ഇൻറ്റു മോഡുലസ് xi - m. Fi എന്ന് പറയുന്ന ഈ കോളവും മോഡ് xi - m എന്ന് പറഞ്ഞ കോളവും മാത്രം ഒബ്സർവ് ചെയ്യാം. ഇതിൽ രണ്ടിലും കറസ്പോണ്ടിങ് ആയി കാണുന്ന നമ്പറുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. 30. 4 × 7 28. 5 × 4 20. 2 × 1 2. 4 × 0 0. 5 × 2 10. 4 × 8 32. 3 × 9 27. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 149. ഫോർമുല ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഈക്വൽ ടു സിഗ്മ Fi ഇൻറ്റു മോഡുലസ് xi - m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ കാര്യം ആലോചിക്കും നിങ്ങൾ, Fi ഇൻറ്റു മോഡ് xi - m ന്റെ സം എത്രയാണ്? 149. 149 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഒബ്സർവേഷൻസിന്റെ സം എത്രയാണ് കിട്ടിയത്? 30. 4.97. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക.
സപ്പോസ് ദ മീൻ ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് 50. കുറച്ചു ഒബ്സർവേഷൻസുകളുണ്ട്, അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 50 ആണ്. ആൻഡ് ദ സം ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ ഈസ് 450. ആ ഒബ്സർവേഷൻസുകളുടെ എല്ലാം സം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 450 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന കാര്യം എത്രയായിരിക്കും? നമ്മൾക്കറിയാം എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ബൈ എൻ എന്ന് പ്രാവശ്യമാണെന്നറിയാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് 50 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം സം ചെയ്താൽ കിട്ടുന്ന ആൻസർ 450 ആണ് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. എൻ എന്ന് പറയുന്ന ആശയമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറയാം? നമുക്ക് n is equal to 450 by 50. 50-ലെ 0 ക്യാൻസൽ ചെയ്യാം. 45 by 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 വരും. അപ്പോൾ ഒബ്സർവേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 ആയിരിക്കും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ. ഒരു ടേബിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മാർക്സ് ഒബ്റ്റൈൻഡ് എന്ന് പറഞ്ഞിട്ട് 10 to 20, 20 to 30, അതായത് ക്ലാസ് ഇന്റർവൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന ആശയം നമുക്കിവിടെ കണ്ടെത്തണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചോദ്യം നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ക്ലാസ് ഇന്റർവൽ ആണ്, ഇത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ആശയമാണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസികളുടെ സം എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. അതാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന കാര്യം വരുന്നത്. എല്ലാ ഫ്രീക്വൻസികളും തമ്മിൽ ആഡ് ചെയ്യുക. എല്ലാ ഫ്രീക്വൻസികളും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 40 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുക. അഡീഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാം ആഡ് ചെയ്താൽ കിട്ടുന്ന എത്രയാണ്? 40 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് എക്സ് ഐ എന്ന് പറയുന്ന കാര്യം. ഈ എക്സ് ഐ എന്ന് പറഞ്ഞ കാര്യം അടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കാണുന്നത്. അപ്പോൾ ആദ്യം മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ, ഈ ഫോർമുലയാണ് നമുക്ക് അറിയുള്ളൂ. ആ ഫോർമുലയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ എക്സ് ഐ ഉള്ളത് കൊണ്ട്, എക്സ് ഐ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഐ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുന്നു. എക്സ് ഐ കണ്ടുപിടിക്കണമെങ്കിൽ 10 + 20 ഡിവൈഡ് ബൈ 2 എത്ര വരുന്നത്? 30 by 2 എത്ര വരും? 15 എന്ന് പറയുന്ന ആൻസർ വരും. 20 + 30 50. 50 by 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 25 വരും. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 10-ന്റെയും 20-ന്റെയും മിഡ് വാല്യൂ ആണ് എന്ത് വരുന്നത്? 15 എന്ന് പറഞ്ഞ ആശയം വരുന്നത്. 20, 30 എന്ന് പറയുന്നതിന്റെ ഇടയിലുള്ള മിഡ് വാല്യൂ ആണ് എന്ത് വരുന്നത്? 25 വരുന്നത്. 30, 40 എന്ന് പറയുന്നതിന്റെ മിഡ് വാല്യൂ ആയിട്ട് 35 എഴുതാം. അടുത്തത് 45 എഴുതാം. അടുത്തത് 55 എഴുതാം. അടുത്തത് 65 എഴുതാം. അടുത്തത് 75 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അപ്പൊ എക്സ് ഐകൾ എന്ന് പറഞ്ഞ ആശയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? എക്സ് ഐ എഫ് ഐ. എക്സ് ഐ എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? ഈ രണ്ട് കോളങ്ങളിലും കാണുന്ന കറസ്പോണ്ടിങ് നമ്പേഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? നമ്മൾ എല്ലാം ആഡ് ചെയ്യണം. എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്ന കോളം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 × 15 എത്ര വരും? 30. 3 × 25 75. 8 × 35 280. 14 × 45 630. 8 × 55 440. 3 × 65 195. 2 × 75 150. അടുത്തതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1800 എന്ന് പറയുന്ന ആൻസർ കിട്ടും. എക്സ് ബാർ എന്ന് പറഞ്ഞ കാര്യം കണ്ടെത്താനുള്ള ഫോർമുല സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ, അതായത് 1800 ഡിവൈഡഡ് ബൈ 45. നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്നത് 45 എന്ന് പറഞ്ഞ ആശയം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അതായത് എക്സ് ഐകളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 45 എന്ന് പറയുന്ന നമ്പർ മൈനസ് ചെയ്യണം. എന്തുകൊണ്ടാണ് 45 മൈനസ് ചെയ്യാൻ പറയുന്നത്? എക്സ് ബാറിന്റെ വാല്യൂ എന്താണ്? 45 ആണ്. അതുകൊണ്ടാണ് 45 മൈനസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 15 നിന്ന് 45 മൈനസ് ചെയ്യുന്ന സമയത്ത് 30. 25 നിന്ന് 45 മൈനസ് ചെയ്യുന്ന സമയത്ത് 20. 35 നിന്ന് 45 മൈനസ് ചെയ്യുന്ന സമയത്ത് 10. 45 നിന്ന് 45 മൈനസ് ചെയ്യുമ്പോൾ 0. 55 നിന്ന് 45 മൈനസ് ചെയ്യുമ്പോൾ 10. 65 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 20. 75 നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് 30. അടുത്ത കോളം എന്ന് പറയുന്നത് എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അതായത് മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന കോളവും ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളവും നോക്കുക. കറസ്പോണ്ടിങ് നമ്പേഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഏതൊക്കെയാണ്?
2 into 30, 3 into 20, 8 into 10, 14 into 0, 8 into 10, 3 into 20, 2 into 30. ഇതിനെല്ലാം ആൻസറുകൾ നമ്മൾ കണ്ടെത്തുന്നു. 2 into 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60, 3 into 20 എന്ന് പറഞ്ഞാൽ 60, 8 into 10 എന്ന് പറയുന്നത് 80, 0 equal to 80, 60. ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 120 പ്ലസ് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആയി. 200 പ്ലസ് 200 വരും, എത്ര വരും? 400 വരും. 400. അപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? സിഗ്മ എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ ഫോർമുല എന്താ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 400 ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 40 വിച്ച് ഇസ് ഈക്വൽ ടു 10. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. താഴെ നമുക്ക് ഡാറ്റകൾ തന്നിട്ടുണ്ട്. അതിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാം. തന്നിരിക്കുന്നത് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്ലാസ് തന്നിരിക്കുന്നത് ക്ലാസ് ഇന്റർവെൽസുകളായിട്ടാണ്, അതുപോലെ തന്നെ ഫ്രീക്വൻസികൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്നുള്ളതൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസികളുടെ സം എന്ന് പറയുന്ന ആശയമാണ് വരുന്നത്. ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 13 വരും, 28 വരും, 38 പ്ലസ് 44 വരും, 48 വരും, 50 വരും. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? 50 എന്ന് പറയുന്ന ആശയം കിട്ടും. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? എക്സ് ഐ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എക്സ് ഐ എന്ന് പറയുന്നത് 0 to 10 എന്ന് പറയുന്നതിന്റെ മിഡ് വാല്യൂ എത്ര വരിക? 5, അടുത്തത് 15, അടുത്തത് 25, അടുത്തത് 35, അടുത്തത് 45, അടുത്തത് 55. എക്സ് ഐ എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞ ആശയമാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും മീഡിയൻ കാണണമെങ്കിൽ എക്സ് ഐന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ആശയമാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ് ഐ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഫ്രീക്വൻസി അതുപോലെ എഴുതി. 6 പ്ലസ് 7 13, 13 പ്ലസ് 15 28, 28 പ്ലസ് 16 44, 44 പ്ലസ് 4 48, 48 പ്ലസ് 2 50. നമ്മൾ ചെയ്യേണ്ടത് n/2 എന്ന് പറഞ്ഞ ആശയം ഒന്ന് കണ്ടുപിടിക്കുക. 50/2 എത്രയാണ് വരുന്നത്? 25. ഈ 25 നിൽക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണ്? ഇവിടെയാണ് 25 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും തരുന്നതിൽ മീഡിയൻ കണ്ടെത്താൻ ഒരു ഫോർമുല പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഫോർമുല ഉണ്ടായിരുന്നത്? മീഡിയൻ എം ഇസ് ഈക്വൽ ടു എൽ പ്ലസ് n/2 മൈനസ് സി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. ഇങ്ങനൊരു ഫോർമുലയാണ് നമ്മൾ എഴുതിയിരുന്നത്. ഇതില് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ്. നമ്മൾ ഈ മാർക്ക് ചെയ്തതിൽ വരുന്ന ലോവർ ലിമിറ്റ് എത്ര വരിക? 20. അപ്പൊ നമുക്ക് എല്ലിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 20 പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എത്രയാണ്? 25 മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28ന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 28ന് തൊട്ട് മുകളിൽ വരുന്നത് 13 ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസി ഏതാണ്? 15 ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ ലെങ്ത് ആണ് എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ഇന്റർവെൽ എങ്ങനെയാണ്? 0 to 10, 10 to 20. അപ്പൊ ഇന്റർവെൽ ലെങ്ത് എത്ര വരിക? 10 ആണ് വരിക. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എത്രയാണ്? 10 എന്ന് പറയുന്ന കാര്യമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 25 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 12 വരും. 12/15 ഇൻറ്റു 10. 5 വെച്ച് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 ടൈംസ് വരും, ഇവിടെ 2 ടൈംസ് വരും. 12 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 ടൈംസ് വരും. അതായത് 20 പ്ലസ് 8 28. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 28 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പ് മോഡുലസ് എക്സ് ഐ മൈനസ് എം. ഇവിടെ എക്സ് ഐ നമ്മൾ ആദ്യമേ കണ്ടെത്തിയത് കൊണ്ട് നേരിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് എക്സ് ഐ മൈനസ് എം എന്ന് പറഞ്ഞ ആശയം എഴുതാം. 28 എന്ന് പറയുന്ന നമ്പർ ഓരോ എക്സ് ഐകളിൽ നിന്നും എന്ത് ചെയ്യാം? നമ്മൾ മൈനസ് ചെയ്ത് എഴുതുക. അപ്പോൾ 5 മൈനസ് 28 എന്ന് പറയുമ്പോൾ 23. മോഡുലസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നെഗറ്റീവ് എഴുതാത്തത്. പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. 15 മൈനസ് 28 എന്ന് പറയുന്നത് 13.
25 മൈനസ് 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 35 മൈനസ് 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, 45 മൈനസ് 28 എന്ന് പറഞ്ഞാൽ 17, 55 മൈനസ് 28 എന്ന് പറഞ്ഞാൽ 27. അടുത്ത സ്റ്റെപ്പ് Fi ഇൻറ്റു മോഡുലസ് xi മൈനസ് എം. അപ്പൊ ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക? ഫ്രീക്വൻസിയും മോഡ് xi മൈനസ് എം എന്ന് പറഞ്ഞ കാര്യവും. 6 ഇൻറ്റു 23, 7 ഇൻറ്റു 13, 15 ഇൻറ്റു 3, 16 ഇൻറ്റു 7, 4 ഇൻറ്റു 17, 2 ഇൻറ്റു 27. കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ആൻസേഴ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, എല്ലാം ആഡ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, ചെയ്യുവാനുള്ളത്. എല്ലാത്തിന്റെയും കറസ്പോണ്ടിങ് ആൻസേഴ്സുകൾ എഴുതിയിട്ടുണ്ട്. എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 508 എന്ന് പറയുന്ന ആശയം കിട്ടും. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഈക്വൽ ടു ഫോർമുല വരുന്നത് സിഗ്മ Fi ഇൻറ്റു മോഡുലസ് xi മൈനസ് എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N വിച്ച് ഇസ് ഈക്വൽ ടു 508 ബൈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 50 വിച്ച് ഇസ് ഈക്വൽ ടു 10.16. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ വാരിയൻസ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്, കാരണം ഫ്രീക്വൻസി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ വാരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n. ഇതാണ് ഫോർമുല. നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? xi എന്ന് പറയുന്ന ആശയം തന്നിട്ടുണ്ട്. 2, 4, 6, 8, 10. എക്സ് ബാർ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യണം, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം ഒന്ന് കണ്ടെത്തുകയാണ്. 2 + 4 6 വരും, 6 + 6 12 വരും, 12 + 8 20 വരും, 20 + 10 എന്ന് പറഞ്ഞാൽ 30 വരും. 30 ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 2, 4, 5. അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ വരിക? 6 ആണ് വരിക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ xi മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം കണ്ടെത്തുക. xi മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം ചെയ്യണമെങ്കിൽ എല്ലാ ഒബ്സർവേഷനിൽ നിന്നും 6 മൈനസ് ചെയ്യുക. -4 വരും. 4 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 വരും. 6 - 6 0 വരും. 8 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും. 10 - 6 എന്ന് പറഞ്ഞാൽ 4 വരും. ഇവിടെ ഞാൻ നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്, കാരണം എന്താണ്? മോഡുലസ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഈ കാണുന്ന നമ്പറുകളെയൊക്കെ നമ്മൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ 16, 4, 0, 4, 16 എല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് 20 + 20 40 വരും. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഫോർമുലയിലുള്ള മുകളിലുള്ള സെക്ഷനാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് ഫോർമുലയ്ക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 40 ബൈ n എന്ന് പറയുന്നത് ഒബ്സർവേഷൻസിന്റെ എണ്ണം എത്രയാണ്? 5 ആണ് വരുന്നത്. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 വരും. ഇതാണ് വാരിയൻസ്. ഇനി ഇതിൽ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 8 ആണ് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ഡാറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലാസ് ഇൻട്രോലും ഫ്രീക്വൻസി ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ മീൻ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വാരിയൻസ് കണ്ടുപിടിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കണം. ഈ മോഡൽ ചോദ്യമാണ് സയൻസ് ബാച്ചിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിർബന്ധമായി നിങ്ങൾ ഈ മോഡൽ ചെയ്യണം, ചെയ്തു പഠിക്കണം. ഇത് കൂടാതെ ഫ്രീക്വൻസിയും ക്ലാസ് ഇൻട്രവലും വരുന്ന രീതിയിലുള്ള മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. ഇത് ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത് ഫോർമുല എന്ന് പറയുന്ന കാര്യമാണ്. ഫോർമുലയിൽ നമ്മൾ പറയുന്നത് അതിൽ വാരിയൻസ് എന്ന് പറയുന്ന ഫോർമുല നമുക്കറിയാമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും വാരിയൻസ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഫോർമുല നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ എക്സ് ബാർ എന്ന് പറയുന്ന സംഭവമുണ്ട്, സിഗ്മ xi സ്ക്വയർ Fi എന്ന് പറയുന്ന കാര്യമുണ്ട്, ക്യാപിറ്റൽ N എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളിലേക്കായിട്ട് കയറി പോകണം എന്നുണ്ടെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്ന സാധനം കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത്. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞ ആശയം കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ക്യാപിറ്റൽ N വേണം. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസികളുടെ സമ്മാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന നമ്പറുകളെല്ലാം തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് വെക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് 10 വരും, 22 വരും, 32 + 5 37 വരും, 45 വരും, 48 വരും, 50 വരും. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് കിട്ടുന്നത്. ഇനി xi കിട്ടിയാലേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? xi Fi എന്ന് പറഞ്ഞ കാര്യം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ xi എന്ന് പറഞ്ഞ കാര്യം എഴുതുകയാണ്. തൊട്ട് മുന്നേ ഉള്ള ചോദ്യങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എന്ത് ചെയ്യുക?
ഇതിൻ്റെ മിഡ് വാല്യൂ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 35, 45, 55, 65, 75, 85 and 95. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് XIFI എന്ന് പറയുന്ന കാര്യമാണ്. XIFI ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 3 into 35, 7 into 45, 12 into 55, 15 into 65, 8 into 75, 3 into 85, 2 into 95. എന്നിട്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതി വെക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തതിൻ്റെ ആൻസർ വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ പോവുക എന്നുള്ളത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രീതിയിൽ ചെയ്യുമ്പോൾ 105, 315 എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നമ്പറുകൾ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് 3100 എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എക്സ് ബാർ എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. ഫോർമുല എന്താണ്? സിഗ്മ XIFI ബൈ ക്യാപിറ്റൽ N. അതായത് 3100 ഡിവൈഡഡ് ബൈ 50, 62. അപ്പോൾ നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് XI സ്ക്വയർ FI. XI സ്ക്വയർ FI കിട്ടണമെങ്കിൽ XIFI എന്ന് പറയുന്നതും XI തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന നമ്പറുകൾ വലിയ നമ്പേഴ്സാണ് ആൻസർ കിട്ടുക. പക്ഷെ ആ അടുത്തടുത്ത് കിടക്കുന്ന എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? 35 into 105, 45 into 315, 55 into 660, 65 into 975, 75 into 600, 85 into 255, 95 into 190. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിരിക്കുന്ന ആൻസറും അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസറുമാണ് ഞാനിപ്പോൾ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്തു വരുമ്പോഴും ഇതേ ആൻസർ തന്നെയാണ് കിട്ടാൻ വേണ്ടി പാടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് XI സ്ക്വയർ FI എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ വാരിയൻസ് കാണാനുള്ള ഫോർമുലയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മീൻ കണ്ടുപിടിക്കാനാണ്. മീൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിൻ്റെ ആൻസറാണ് എത്ര കിട്ടിയിരിക്കുന്നത്? 62 കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലാണ് എന്ത് പറയുന്നത്? വാരിയൻസ് കാണാൻ പറയുന്നത്. വാരിയൻസ് കാണാൻ പറയുന്നതിന്റെ ഫോർമുല എന്താ? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ XI സ്ക്വയർ FI ബൈ ക്യാപിറ്റൽ N മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതായിരുന്നു ഫോർമുല ഉണ്ടായിരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ XI സ്ക്വയർ FI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ അവിടെ എഴുതുക ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 50 മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 62 ഹോൾ സ്ക്വയർ. നേരിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 201 എന്ന് പറയുന്ന ആൻസർ ആണ്. ഇവിടെ നിന്ന് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന കാര്യം സിഗ്മ എന്ന് പറയുന്നത് √201 എന്ന് പറയുന്ന ആൻസർ ആണ് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ഇത്ര കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി മൂന്നാമത്തേതിലേക്ക് പോകുന്ന സമയത്തോ മൂന്നാമത്തേൽ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താണ് വരിക? സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇതിലെ സിഗ്മ എന്ന് പറയുന്നത് √201 ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറയുന്നത് 62 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു √201 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.17 ഡിവൈഡഡ് ബൈ 62 ഇൻറ്റു 100 which is equal to 22.87. അപ്പോൾ നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുള്ള മോഡലാണ്. അത് നിർബന്ധമായും നിങ്ങൾ ചെയ്ത് പഠിക്കുക. പിന്നെ ഫ്രീക്വൻസി വരുന്ന മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്നതും മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്നതും ഫ്രീക്വൻസി വരുന്നത് പ്രത്യേകം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നത് ഫ്രീക്വൻസി വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് കാണുന്നത്. പിന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആശയം വരുന്ന സമയത്ത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പിൻ്റെയും കണ്ടുപിടിക്കുക. അത്തരം ക്വസ്റ്റ്യൻസുകളിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ അല്ലെങ്കിൽ വേരിയൻസോ തന്നിട്ടുണ്ടാവും, കൂടാതെ മീനും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുക. ഏതിനാണോ കൂടുതൽ വാല്യൂ വരുന്നത് അത് മോർ വാരിയബിൾ ആണ്, ഏതിനാണോ കുറവ് വരുന്നത് അത് മോർ കൺസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ഒന്ന് അറ്റാച്ച് ചെയ്ത് ഓർമ്മയിൽ വെക്കുക. സാധാരണയായി അത്തരം ചോദ്യങ്ങൾ കൊമേഴ്സ് ബാച്ചിലാണ് വരാറുള്ളത്. അതുകൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞ് നമ്മൾ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം.
6 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. ആ 6 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുട്ടികൾക്കും കോളംസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാറുണ്ട്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എറർ വരുന്ന കേസുകളൊക്കെ നിങ്ങളത് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.